ಕರ್ನಾಟಕ ರಾಜ್ಯ ಲಾರಿ ಚಾಲಕರ ಸಂಘದ ವತಿಯಿಂದ ಜನವರಿ 17ರಂದು ಅನಿರ್ದಿಷ್ಟಾವಧಿ ಮುಷ್ಕರವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದು, ಈ ಮುಷ್ಕರಕ್ಕೆ ಬಹುಮುಖ್ಯ ಕಾರಣ ಹಿಟ್ ಆ್ಯಂಡ್ ರನ್ ಪ್ರಕರಣಗಳಲ್ಲಿ ಚಾಲಕರಿಗೆ 10 ವರ್ಷ ಜೈಲು, 7 ಲಕ್ಷ ದಂಡದ ಕಾನೂನನ್ನು ಕೇಂದ್ರ ಸರ್ಕಾರ ಹಿಂಪಡೆಯಬೇಕೆಂದು ಮುಷ್ಕರವನ್ನು ಹಮ್ಮಿಕೊಳ್ಳಲಾಗಿದೆ. ಮೈಸೂರು ಕರ್ನಾಟಕ ಲಾರಿ ಚಾಲಕರ ಸಂಘದ ವತಿಯಿಂದ ನಾವು 17/1/2024ರಂದು ಕೇಂದ್ರ ಸರ್ಕಾರ ತಂದಿದ ಈ ಕಾನೂನು ಜಾರಿ ಭಾರಿ ಮೋಸ ಮತ್ತು ನಮ್ಮ ಬಡ ಚಾಲಕರಿಗೆ ಇದು ಭಾರಿ ಅನ್ಯಾಯ. 10 ವರ್ಷ ಜೈಲು, 7 ಲಕ್ಷ ದಂಡನದನ್ನ ದಯವಿಟ್ಟು ಸೆಂಟ್ರಲ್ ಗೌರ್ಮೆಂಟ್ನವರು ಈ ಕೂಡಲೇ ಕೈ ಬಿಟ್ಟು ನಮ್ಮ ಬಡ ಚಾಲಕರ ಮೇಲೆ ഈ കാനൂന് ക്രമವನ್ನು കൈ ಬಿಡಬೇಕಾಗಿ ನಾವು ಕೇಳ್ಕೊತಾ ಇದ್ದೀವಿ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഒരു മാസക്കണക്കാണ്. ഗുജറാത്തിൽ നിന്ന് വരുവാണ്. ഇപ്പോൾ 5 ദിവസം കൊണ്ട് മൈസൂർ ആൾട്ടായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ലോഡിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കരിനിയമത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 7 ലക്ഷം രൂപയും 10 വർഷം തടവെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് ഈ സഹിക്കുന്നവരെ അപ്പുറമാണ്. 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ തൊഴിലിനെ ഇറങ്ങാൻ യാതൊരു ചാൻസും ഇല്ല. സർക്കാരിൻ്റെ ഈ കരിനിയമം പിൻവലിക്കണമെന്ന് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. ബൈക്കുള്ള ബുദ്ധിമുട്ടുകളും പറയണം. ഈ വരുന്ന വഴിക്ക് കള്ളന്മാരുണ്ട്, പോലീസുകാരുണ്ട്, ആർട്ടിയുടെ ശല്യം, എല്ലാവരുടെ ശല്യം എല്ലാം തരണം ചെയ്താണ് ഞങ്ങൾ ഈ കൂടുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ മാസങ്ങളാവുന്നു. മാസത്തിൽ ഒരിക്കലാണ് വീട്ടിൽ ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം നിൽക്കുന്നു, ബാക്കിയുള്ള ദിവസം മൊത്തം ഞങ്ങൾ റോഡിലാണ്. ഞങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഇത് വളരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഈ സർക്കാർ ഈ നിയമം മാറ്റണം. ഇതുപോലെ കഷ്ടപ്പെടുന്ന മറ്റൊരു ജനവിഭാഗം ഈ ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇതുപോലെ കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ച് ഇന്ത്യ മുഴുവൻ നടന്ന പലവിധ ചരക്കുകൾ, പലചരക്കുകൾ, പച്ചക്കറികൾ, എല്ലാ സാധനങ്ങളും മറ്റു സ്റ്റേറ്റുകളിലേക്ക് എത്തിച്ചിട്ട് ഞങ്ങൾക്ക് വഴിയിലൊന്ന് കിടന്നുറങ്ങാൻ സൗകര്യമില്ല, ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല, യാതൊന്നിനും ഒരു സൗകര്യമില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കള്ളന്മാരുടെ ശല്യം, മൊബൈൽ അടിച്ചുകൊണ്ട് പോകാൻ 3ാമത്തെ മൊബൈലാണിത് അടിച്ചുകൊണ്ട് പോയിട്ട്. ഇതുപോലെ പല അവസ്ഥകളും തരണം ചെയ്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ വണ്ടിയിൽ നിന്ന് ഇൻഷുറൻസ് വാങ്ങുന്നുണ്ട്. ഇൻഷുറൻസ് വാങ്ങുന്നത് എന്തിനാ? പിന്നെ ഇപ്പോൾ ഈ പുതിയ നിയമം, കരിനിയമം അമിത്ഷാ കൊണ്ടുവന്നിട്ടുണ്ട്. 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയും. ഇത് വണ്ടിയിൽ നിന്ന് ഇൻഷുറൻസ് കൊടുത്താൽ പോരെ, ഞങ്ങളുടെ പൈസ എന്തിനാ പിടിച്ചു പറിക്കുന്നത്? ഞങ്ങൾ ആൾക്കാരെ ചിലപ്പോൾ യാദൃശ്യമായിട്ട് വഴിയിൽ അപകടം ഉണ്ടാവാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവാം. നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഓട്ടോ രക്ഷപ്പെടാനില്ലാതെ ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടത്താൻ സാധിക്കില്ല. ഞങ്ങളെല്ലാവരും ഈ നിയമത്തിലാണ് വരുന്നത്, ഇതിന് സമരത്തിലാണ് വരുന്നത്. ഒത്തിരി പേര് ഈ അടുത്തുകൂടെ, കേരളത്തിൽ കൂടെ ഈ അടുത്ത ഡ്രൈവർമാർ കുത്തി കൊന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊല്ലത്തൊക്കെ. ഞങ്ങൾ ഈ സമരത്തിലാണ് വരുന്നത്. ಕಷ್ಟಪಡ್ತಾರೆ ರೋಡ್ನಾಗ. ನಮ್ಗೆ ಸೌಕರ್ಯ ಇಲ್ಲ ಅಂದಮೇಲೆ ನಮ್ಗೆ ಇದು ಬೇಕೇ ಬೇಕಿತ್ತು ಸ್ಟ್ರೈಕು. ನಮಗೆ ಮುಂದಕ್ಕೆ ಆಲೋಚನೆ ಮಾಡಿ ನಮ್ಗೆ ತೀರ್ಮಾನ ಕೊಡ್ರಿ. ಕೇಂದ್ರ ಸರ್ಕಾರ ಈ ಕಾನೂನು ಜಾರಿ ಮಾಡಿರೋದು ಭಾರಿ ಅನ್ಯಾಯ. ಅದರಿಂದ ಈ ಕಾನೂನನ್ನ ದಯವಿಟ್ಟು ಕೈ ಬಿಡಬೇಕು. ಯಾಕಂದರೆ ಡ್ರೈವರ್ಗಳು ಮನೆ ಬಿಟ್ಟು ವಾಪಸ್ ಮನೆಗೆ ಹೋಗೋದೇ ವಾರ, 10 ದಿವಸ, ತಿಂಗಳನ್ಗಟ್ಟಲೆ ಆಯ್ತದೆ. ಆಕ್ಸಿಡೆಂಟ್ ಅನ್ನೋದು ಆಕಸ್ಮಿಕ, ಯಾರೂ ಬೇಕು ಅಂತೇನು ಮಾಡಲ್ಲ. ಆಗಿರೋದನ್ನ ಇವರು ಸಾಲ್ವ್ ಮಾಡಬೇಕು. ಅದನ್ನ ಬಿಟ್ಟು ಬಡಪಾಯಿ ಚಾಲಕರಿಗೆ 7-10 ವರ್ಷ ಜೈಲು, 7 ಲಕ್ಷ ದಂಡ ಅಂತ ಹೇಳಿದ್ರೆ ಚಾಲಕರ ಹತ್ರ 7 ಲಕ್ಷ ರೂಪಾಯಿ ದುಡ್ಡಿದೆ, ಅವ್ರ ಕೆಲಸಕ್ಕೆ ಯಾಕೆ ಬರ್ತದೆ? ಯಾವುದೇ ಬೇರೆ ಬಿಸ್ನೆಸ್ ಮಾಡ್ಬೋದು. ದಯವಿಟ್ಟು ಅದರಿಂದ ಕೇಂದ್ರ ಸರ್ಕಾರದವರು ಇದ್ರ ಬಗ್ಗೆ ಮತ್ತೆ ಪುನರ್ ಪರಿಶೀಲನೆ ಮಾಡಿ ಈ ಕಾನೂನು ಮಾಡಿರೋದನ್ನ ವಾಪಸ್ ತಗೋಬೇಕು ಅಂತ ನಾನು ಕೈ ಮುಗಿದು ಬೇಡ್ಕೊತೀನಿ. ಸರ್, ಇವಾಗ 17ನೇ ತಾರೀಕು ಇಡೀ ಜಿಲ್ಲಾದ್ಯಂತ ಎಲ್ಲ ಜಿಲ್ಲೆಯಲ್ಲೂ ಕೂಡ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಿಮ್ಮ ಮೈಸೂರು ಜಿಲ್ಲೆಯಲ್ಲೂ ಕೂಡ ನಿಮ್ಮ ಸಂಘಟನೆ ಮತ್ತು ಮಾಲೀಕರ ಸಂಘಟನೆ ಎಲ್ಲ ಕೂಡ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇದಕ್ಕೆ ಪ್ರತಿಭಟನೆ ಮಾಡಿದ್ರು ಸರ್ಕಾರ ಎಚ್ಚೆತ್ಕೊಳ್ಳಿಲ್ಲ ಅಂದ್ರೆ ಏನ್ ಮಾಡ್ತೀರಾ? ಅವಾಗ ನಾವು ಎಲ್ಲ ಆ ಕಡೆ ಉಗ್ರ ಹೋರಾಟ ಮಾಡ್ತೀವಿ. ಆಗ ಪ್ರತಿಭಟನೆ ಇನ್ನೂ ಜೋರಾಗಿ ಮಾಡ್ತೀವಿ. ಕೆಲಸನೇ ಮಾಡಕ್ಕಿಲ್ಲ ನಾವು, ಇನ್ನೂ ಪ್ರತಿಯೊಂದು ಅವರೇ ಬರ್ಬೇಕಾದ್ರೆ ನಮ್ಮ ಹತ್ರ ನಾವಂತೂ ಹೋಗಕ್ಕಿಲ್ಲ.
ದಯವು ಇಲ್ಲ ಅದರಿಂದ ಡ್ರೈವರ್ ಏನಾಯ್ತು ಗೊತ್ತೇ, ನಮ್ಮ ದೇಶ ಕಾಯೋರ್ಗೆ ಅನ್ನ ಹೋಗಲ್ಲ, ಆಮೇಲೆ ನಮ್ಮ ಸ್ಕೂಲ್ಗೆ. ಮಾಡಲಿಲ್ಲ ಅಂದ್ರೆ ಡ್ರೈವರ್ ಎಲ್ಲಿ ಹೋಗ್ದಂಗೆ ಡ್ರೈವರ್ ಸ್ಟಾಪ್ ಮಾಡ್ಬೇಕಾಗಿತ್ತೆ. ಹೌದು, ಡ್ರೈವರ್ ಅಂದ್ರೆ ಲೈಸೆನ್ಸ್ ಇರೋ ಎಲ್ಲ ಡ್ರೈವರ್ಗಳೇ. ಒಬ್ಬ ಟೆಂಪೋ ಡ್ರೈವರ್, ಲಾರಿ ಡ್ರೈವರ್, ಕಾರ್ ಡ್ರೈವರ್ ಅಂದ್ರೆ ಎಲ್ಲ ಲೈಸೆನ್ಸ್ ಇರೋದು ಪ್ರತಿಯೊಬ್ಬನೂ ಡ್ರೈವರ್. ಸರ್, ಇವಾಗ ನೀವು ಇಲ್ಲಿ ಹೋರಾಟ ಮಾಡ್ತಾ ಇದೀರಲ್ಲ, ಇವಾಗ ಜಿಲ್ಲಾಧಿಕಾರಿಗಳ ಗಮನಕ್ಕೆ ತಂದಿದ್ದೀರಾ ಅಂತ ಡಿಸಿಗೆ ಹೋಗಿ ಈಗ ಮುಖಾಂತರ 17ನೇ ತಾರೀಕು ಮಾಡ್ತಾ ಇರೋವಾಗ ಅವ್ರಿಗೆ ಗಮನಕ್ಕೆ ಹೋಗಿದ್ದೆ. ಈಗಲೂ ಎಲ್ಲ ಕಡೆ ನ್ಯೂಸ್ ತಿಳಿಸಿದೀವಿ ಆಲ್ರೆಡಿ. ಇನ್ನು ಮುಂದಕ್ಕೆ ಅವ್ರು ಕ್ರಮ ತಗೊಳ್ಳಿಲ್ಲ ಅಂದ್ರೆ ಇದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಮುಂದಕ್ಕೆ ಹೋರಾಟ ಮಾಡ್ಬೇಕಾಗಿತ್ತೆ. ಅದಕ್ಕೂ ಅವ್ರು ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಡ್ರೈವರ್ಗಳನ್ನ ಸ್ಟಾಪ್ ಮಾಡ್ಬೇಕಾಗಿತ್ತೆ. ಯಾವ ಡ್ರೈವರು ಚಾಲನೆ ಮಾಡಂಗಿಲ್ಲ, ಆ ತರ ಮಾಡ್ಬೇಕಾಗಿತ್ತೆ.